തെരുവിൽ തമ്മിൽ തല്ലുന്നത് ഹീറോയിസമാണെന്ന് കരുതുന്ന ഒരു തലമുറ, ബെസ്റ്റിക്ക് വേണ്ടി ഏറ്റുമുട്ടുന്ന പെൺകുട്ടികൾ, ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം, അച്ഛനെ കൊലപ്പെടുത്തുന്ന മക്കൾ. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ പോക്ക് എങ്ങോട്ടേക്കെന്ന് തോന്നുന്നുണ്ടല്ലേ? ഈ നാട് അക്രമികളുടെ പിടിയിലമരുമ്പോൾ രാജ്യാന്തര കുറ്റവാളികൾ വരെയും അവധി ആഘോഷിക്കാൻ എത്തുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്. അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച അലക്സേജ് ബിഷോക്കോവ് എങ്ങനെയാണ് പോലീസിൻ്റെ വലയിലായത്? ഇയാളുടെ തീവ്രവാദ ബന്ധം എന്താണ്? ഇതോടൊപ്പം പെരുമ്പാവൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസും വർക്കലയിൽ ഗൃഹനാഥനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഇടയ്ക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കണം. എത്രമാത്രം കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുപ്രായത്തിൽ നമ്മളെ വളർത്തി വലുതാക്കിയത്. എന്നാൽ വളർന്ന് വലുതായി കഴിയുമ്പോൾ ആരെങ്കിലും അവരുടെ കഷ്ടപ്പാടിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ടോ? അച്ഛനോ അമ്മയോ ഒരു രോഗം വന്ന് കിടപ്പിലായാൽ പിന്നെ മക്കൾക്ക് അവരൊരു ബാധ്യതയാണ്. എറണാകുളം പെരുമ്പാവൂരിൽ രോഗബാധിതനായിരുന്ന അച്ഛനെ കൊലപ്പെടുത്തി ഒരു യുവാവിൻ്റെ ക്രൂരത. ചേലാമറ്റം സ്വദേശി ജോണിയാണ് മരിച്ചത്. കേസിൽ മകൻ മെൽജോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലാണ് യുവാവ് പിതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചേലാമറ്റത്തെ വീട്ടിൽ വെച്ച് ജോണിയെ മകൻ മെൽജോ ആക്രമിച്ചത്. TB രോഗബാധിതനായി കിടപ്പിലായിരുന്ന ജോണിയെ മദ്യലഹരിയിലെത്തിയ യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുകയായിരുന്നു. പിതാവിന് അനക്കമില്ലെന്ന് മെൽജോ സഹോദരിയുടെ വീട്ടിലെത്തി അറിയിച്ചു. ഉടനെ സഹോദരി എത്തി പിതാവിനെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. താൻ വീട്ടിലെത്തുമ്പോൾ പിതാവിന് അനക്കമുണ്ടായിരുന്നില്ലെന്നാണ് മെൽജോ ബന്ധുക്കളോടും ആശുപത്രി അധികൃതരോടും പറഞ്ഞത്. പിന്നീട് രാവിലെ മൂവാറ്റുപുഴ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ജോണിയുടെ 2 വാരിയെല്ലുകൾക്ക് ഒടിവ് സംഭവിച്ചതായി കണ്ടെത്തി. തുടർന്ന് സംശയം തോന്നിയ പെരുമ്പാവൂർ പോലീസ് മെൽജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ മദ്യലഹരിയിൽ താൻ പിതാവിനെ ചവിട്ടിയതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്ത പെരുമ്പാവൂർ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. കുടുംബ പ്രശ്നങ്ങൾ കാരണം പല വീടുകളും ചോരക്കളമാകുന്ന കാഴ്ച. ഇതേ തുടർന്നുള്ള അക്രമവും കൊലപാതകവും കേൾക്കുമ്പോൾ തല മരവിക്കുന്നുണ്ട്. തിരുവനന്തപുരം വർക്കലയിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് യുവാവ് ഭാര്യ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തി. ഭാര്യയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. വർക്കല സ്വദേശി സുനിൽ ദത്താണ് വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. സുനിലിൻ്റെ സഹോദരി ഉഷാകുമാരിയും വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. ഉഷാകുമാരിയുടെ ഭർത്താവായ ഷാനിയും സുഹൃത്തുക്കളും ചേർന്നാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉഷാകുമാരിയും ഷാനിയും അകന്ന് കഴിയുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. ഉഷാകുമാരിയും ഭർത്താവ് ഷാനിയും കുറച്ചുനാളുകളായി അകന്നു താമസിക്കുകയായിരുന്നു. വൈകിട്ട് കുടുംബ വീട്ടിലെത്തിയ ഷാനിയും 2 സുഹൃത്തുക്കളും ഉഷാകുമാരിയുമായി വഴക്കുണ്ടായി. തുടർന്ന് ഉഷയുടെ സഹോദരൻ സുനിൽ ദത്ത് പ്രശ്നത്തിലിടപെട്ടു. തർക്കം രൂക്ഷമായതോടെ ഷാനി ഭാര്യ ഉഷാകുമാരിയെയും സുനിൽ ദത്തിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇരുവരെയും ഉടൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കഴുത്തിനും കാലിനും ഗുരുതരമായി വെട്ടേറ്റ സുനിലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തലയ്ക്ക് വെട്ടേറ്റ ഉഷാകുമാരിയെ പാരിപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. വർക്കല പോലീസ് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി.
ന്യൂസ് 18 ആറ്റിങ്ങൽ. കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയുടെയും മക്കളുടെയും മുഖം മനസാക്ഷിയുള്ളവർക്ക് മറക്കാനാകില്ല. കുടുംബ പ്രശ്നത്തിൻ്റെ ഇരകളായ ആ അമ്മയും പെൺകുട്ടികളും എന്നും ഒരു നോവായി നിഴലിക്കും. സമാനമായൊരു ദുരന്ത കഥയാണ് ആലപ്പുഴ തകഴിയിൽ നിന്നും കേട്ടത്. ആലപ്പുഴയിൽ അമ്മയും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതും കുടുംബ പ്രശ്നത്തെ തുടർന്നാണ്. തകഴി കേളമംഗലം സ്വദേശിനി പ്രിയയും മകൾ കൃഷ്ണപ്രിയയുമാണ് മരിച്ചത്. വിയപുരം പഞ്ചായത്ത് ഓഫീസിലെ ഹെഡ് ക്ലാർക്കാണ് മരിച്ച പ്രിയ. മകളെ പിടിച്ചുകൊണ്ട് ഇവർ ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ തകഴി ആശുപത്രി ലെവൽ ക്രോസിന് മുന്നിലായിരുന്നു സംഭവം. സ്കൂട്ടറിലെത്തിയ പ്രിയയും കൃഷ്ണപ്രിയയും വാഹനം റോഡരികിൽ വെച്ച് പാളത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു. ആലപ്പുഴ കൊല്ലം പാസഞ്ചർ തീവണ്ടിക്ക് മുന്നിലേക്കാണ് ചാടിയത്. സ്വകാര്യ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കൃഷ്ണപ്രിയ. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് മഹേഷ് കുമാറുമായി ഏറെ നാളായി കുടുംബ പ്രശ്നം നിലനിന്നിരുന്നതായി പോലീസ് പറയുന്നു. നിലവിൽ കുടുംബ കോടതിയിൽ കേസുമുണ്ട്. ഇതിനിടയിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന മകളുടെ പഠനത്തിനായി 1 മാസമായി അവധിയിലായിരുന്നു പ്രിയ. പരീക്ഷ സംബന്ധിച്ച സമ്മർദ്ദവും ഉണ്ടായിരുന്നതായാണ് സൂചന. തുടർന്ന് പ്രിയ കൗൺസിലിംഗിനും വിധേയായി. രാവിലെ മകളുമായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 1:15 അവിടെ നിന്നിറങ്ങി. ലെവൽ ക്രോസിനടുത്തെത്തിയ പ്രിയ മകളെ പിടിച്ചു വലിച്ചുകൊണ്ട് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മൃതദേഹങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. പ്രിയയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു. സഹോദരൻ 2 വർഷം മുമ്പും മരിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. ഒരു കാലത്ത് പെൺകുട്ടികൾക്കൊരു പ്രണയമുണ്ടെങ്കിൽ അത് ഏറ്റവും രഹസ്യമായി വയ്ക്കും. വീട്ടുകാർ അറിഞ്ഞാൽ ഉണ്ടാകുന്ന കോലാഹലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളിൽ ഭയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബെസ്റ്റിമാർ വന്നു, പ്രണയത്തിൻ്റെ സ്വഭാവം മാറി. ഇന്നത്തെ കുട്ടികൾക്ക് പ്രണയിക്കാനും പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയാനും പേടിയില്ല. ആലപ്പുഴയിൽ പെൺകുട്ടികൾ സ്കൂളിൽ തമ്മിലടിച്ചത് ആൺസുഹൃത്തിനെ ചൊല്ലിയാണ്. ആലപ്പുഴ നഗരത്തിലുള്ള സ്കൂളിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠിയായ പെൺകുട്ടി ക്ലാസ് മുറിയിലിട്ട് മർദ്ദിച്ചത്. സംഭവത്തിൽ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ സൗത്ത് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. തുടർ നടപടിക്കായി കേസ് ആലപ്പുഴ വനിതാ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനിയെ സഹപാഠിയായ വിദ്യാർത്ഥിനി ക്ലാസ്സിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് പരാതി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. ആൺസുഹൃത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന സന്ദേശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പെൺകുട്ടികൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയത്. കൈമുട്ടുകൊണ്ട് മുതുകത്തിടിയേറ്റ പെൺകുട്ടിയെ ആദ്യം ജനറൽ ആശുപത്രിയിലും CT സ്കാൻ ഉൾപ്പെടെയുള്ള വിദഗ്ധ പരിശോധനയ്ക്കായി പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് അവൾ വരുന്നത് ഒരു കുട്ടി അവളെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ക്ലാസ് റൂമിലോട്ട് കയറ്റി വേറൊരു കുട്ടിയെ കൊണ്ട് ക്ലാസ് റൂം അടപ്പിച്ചിട്ട് കുട്ടിയുടെ മുതുക് ഇടിച്ച് ചതച്ച് വിട്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ HM പറഞ്ഞത് മോള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് മോള് പറയണം മോൾക്ക് മുതുക് വേദനയാണെന്ന് പറയണം, സ്കൂളിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യരുത്, സ്കൂളിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അടിച്ചപ്പോൾ തിരിച്ചടിച്ചുവെന്നാണ് മറുപക്ഷം പറയുന്നത്. അധ്യാപകരുടെ നേതൃത്വത്തിൽ വിഷയം പരിഹരിക്കുന്നതിനായി അനുരഞ്ജനത്തിന് ശ്രമമുണ്ടായെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ബുധനാഴ്ച സ്കൂൾ PTA മീറ്റിംഗ് കൂടിയെങ്കിലും ബഹളത്തെ തുടർന്ന്
ബുധനാഴ്ച സ്കൂൾ PTA മീറ്റിംഗ് കൂടിയെങ്കിലും ബഹളത്തെ തുടർന്ന് അലസിപ്പിരിഞ്ഞു. ഇതിനിടയിൽ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് മറ്റൊരു പെൺകുട്ടിയും കുഴഞ്ഞു വീണു. സംഭവം പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ സൗത്ത് പോലീസ് ഇരുവരുടെയും വീട്ടുകാരെ വിളിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ മൊഴി രേഖപ്പെടുത്തി നിയമ നടപടികൾക്കായി കേസ് വനിതാ സെല്ലിന് കൈമാറി. ന്യൂസ് 18 ആലപ്പുഴ. ഹണി ട്രാപ്പ് സംഘങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. അവരുടെ വലയിൽ വീണാൽ ബ്ലാക്ക് മെയിലിംഗും ഭീഷണിയും പണം തട്ടുന്ന സംഭവങ്ങളും ഉണ്ടാകാം. പാലക്കാട് ഹണി ട്രാപ്പ് സംഘത്തിൻ്റെ കെണിയിൽ കുടുങ്ങിയത് ഒരു ജ്യോത്സ്യനാണ്. വീട്ടിലെ ദോഷം തീർക്കാൻ പൂജ ചെയ്യാനെന്ന വ്യാജേന ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് കൊലക്കേസ് പ്രതിയുടെ വീട്ടിൽ ജ്യോത്സ്യനെ എത്തിച്ച് പണം തട്ടാൻ ശ്രമിച്ചത്. കേസിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി സ്വദേശികളായ മൈമൂന, ശ്രീജേഷ് എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച വൈകിട്ട് മൈമുനയും ഒരു യുവാവും ചേർന്ന് കൊല്ലങ്കോട്ടെ ജോൾസിന്റെ വീട്ടിലെത്തി പൂജയ്ക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയാണെന്നും വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നുമായിരുന്നു ആവശ്യം. അതനുസരിച്ച് ബുധനാഴ്ച രാവിലെ 11ഓടെ കൊഴിഞ്ഞാമ്പാറയിലെത്തിയ ജോൾസിനെ 2 യുവാക്കൾ ചേർന്ന് കല്ലാണ്ടിച്ചുള്ളയിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊലപാതകം ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി ഒട്ടേറെ കേസുകളിൽ പ്രതിയായ N പ്രതീഷിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. വീട്ടിലെത്തി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ പ്രതീഷ് ജോൾസിനെ അസഭ്യം പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും മർദ്ദിച്ച് വിവസ്ത്രനാക്കുകയും ചെയ്തു. ഈ സമയം നഗ്നിയായി മുറിയിലെത്തിയ മൈമുനയെ ജോൾസിനൊപ്പം നിർത്തി ഫോട്ടോയും വീഡിയോയും ചിത്രീകരിച്ചു. ജോൾസിന്റെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവൻ വരുന്ന സ്വർണ്ണമാലയും മൊബൈൽ ഫോണും പണവും ഇവർ കൈക്കലാക്കി. തുടർന്ന് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. 20 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ബന്ധുക്കൾക്ക് നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുക്കുമെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നുമായിരുന്നു ഭീഷണിയെന്ന് ജോൾസിന്റെ പരാതിയിൽ പറയുന്നു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇവർ പുറത്തുപോയ തക്കത്തിന് പിന്നാലെ വാതിലിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ജോൾസൻ പോലീസിനോട് വെളിപ്പെടുത്തി. മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് ഏതൊരാളോടും ഇഷ്ടവും പ്രണയവും തോന്നാം. എന്നാൽ പ്രണയച്ചതി തിരിച്ചറിയാൻ കൂടി പെൺകുട്ടികൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ പല അപകടക്കെണിയിലും നിങ്ങൾ വീണേക്കാം. കൊച്ചിയിൽ 16-കാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് സഹോദരൻ്റെ സുഹൃത്തായ യുവാവാണ്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിൽ 26-കാരനെതിരെ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. വരാപ്പുഴ സ്വദേശിനിയായ പെൺകുട്ടിയുടെ മൊഴിയിലാണ് പോലീസിന്റെ നടപടി. സഹോദരന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെന്ന പേരിൽ വീട്ടിലെത്തുന്നവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇതുപോലുള്ള സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് 26-കാരനായ യുവാവിനെതിരെ വരാപ്പുഴ പോലീസിന് പരാതി ലഭിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പെൺകുട്ടിയുടെ വിശദമായ മൊഴിയെടുത്തു. ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരം 1 വർഷം മുൻപാണ് ഈ യുവാവുമായിട്ടുള്ള അയൽവാസിയും യുവാവുമായിട്ടുള്ള ഈ വ്യക്തിയെ പരിചയപ്പെടുന്നത്. തന്റെ ബന്ധുവിന്റെ സുഹൃത്തു കൂടി
കൂടിയാണ്. ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. അതിനിടയിൽ തന്റെ സമ്മതപ്രകാരമാണ് താൻ യുവാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നാണ് ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് പെൺകുട്ടി പ്രായപൂർത്തിയായിരുന്നില്ല, 16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം യുവാവിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ യുവാവ് ഇപ്പോൾ ഒളിവിലാണ്. ഇത് പോലീസ് ഇത് അന്വേഷിക്കുന്നു എന്നറിഞ്ഞതിനെ തുടർന്ന് യുവാവ് ഇപ്പോൾ ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ യുവാവിന്റെ കൂടുതൽ പേരോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ പുറത്തുവിടാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. യുവാവ് എവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചു. ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നുമാണ് വരാപ്പുഴ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ വൈകുന്നേരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ പ്രാഥമിക ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണെങ്കിൽ കൂടിയും അത് പ്രായപൂർത്തിയാകാത്തതിനാലാണ് പോക്സോ വകുപ്പ് അടക്കം ചുമത്താനുള്ള ഒരു ആലോചന പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ 16 വയസ്സ് മാത്രമായിരുന്നു അന്ന് ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നതെന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പെൺകുട്ടിക്കെതിരെ യുവാവിനെതിരെ കിട്ടിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയെയും യുവാവ് പീഡിപ്പിച്ചു എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇത് 1 വർഷം മുൻപ് നടന്ന സംഭവമായതിനാൽ വിശദമായ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും തെളിവ് ശേഖരണവും അടക്കം നടത്തണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരു തൊഴിൽ തേടി നിരവധി മലയാളികൾ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. മറുനാടുകളിൽ അവർ എത്രത്തോളം സുരക്ഷിതരായിരിക്കും? മലയാളികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ് ബംഗളൂരുവിൽ നിന്നും കേട്ട ഒരു വാർത്ത. ബംഗളൂരുവിൽ മലയാളി യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി പരാതി. തൊടുപുഴ മണക്കാട് സ്വദേശി ലിബിൻ മരിച്ചത് സുഹൃത്തുക്കളുടെ മർദ്ദനമേറ്റെന്നാരോപിച്ച് രംഗത്തെത്തിയത് കുടുംബമാണ്. വർഷങ്ങളായി ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന ലിബിന് എന്താണ് സംഭവിച്ചത്? ഒപ്പം താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. തലയൊട്ടിപ്പൊട്ടി തലച്ചോറിന് ഗുരുതര ക്ഷതമേറ്റ നിലയിൽ ഞായറാഴ്ചയാണ് ലിബിനെ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കുളിമുറിയിൽ തലയടിച്ചു വീണെന്നാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ലിബിന്റെ കുടുംബത്തോടും ആശുപത്രിയിലും പറഞ്ഞത്. എന്നാൽ ലിബിന്റെ തലയിൽ ആഴത്തിലുണ്ടായ മുറിവ് വീഴ്ചയിൽ ഉണ്ടാകാൻ ഇടയില്ലെന്നും ശക്തമായ അടിയോ ക്ഷതമോ ഏറ്റിട്ടുണ്ടെന്നും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു. കോമ അവസ്ഥയിലായ ലിബിൻ ബുധനാഴ്ചയാണ് മരിച്ചത്. ഒപ്പം താമസിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ സഹോദരങ്ങൾ തമ്മിൽ ശനിയാഴ്ച രാത്രി ഉണ്ടായ തർക്കത്തിൽ ഇടപെട്ട ലിബിന് മർദ്ദനമേറ്റെന്നാണ് കുടുംബം പറയുന്നത്. 4 വർഷം മുമ്പാണ് അക്കൗണ്ടന്റായി ലിബിൻ ബംഗളൂരുവിൽ ജോലിക്ക് പോയത്. തലയടിച്ച് വീണെന്ന് ജസ്റ്റ് ഒരു ബാത്റൂമിൽ വീണത് അങ്ങനെ ഐസിയിലാക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അവർ തോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഒരു തലയടിച്ച് വീണത് പോലത്തെ ഒരു മുറിവല്ല, തലക്കെട്ടുമ്പോൾ അടി കിട്ടിയത് പോലത്തെ ഒരു മുറിവാണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ 3 സുഹൃത്തുക്കളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരാൾ ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങി. അപ്പോഴാണ് മറ്റു 2 പേര് പറയുന്നത് ഈ മാറിയ ആൾ ഉപദ്രവിച്ചതാണ്, തലക്കിട്ട് ചവിട്ട് ചെയ്തതാണ് എന്നാണ് അവർ പറഞ്ഞത്. സാക്ഷികളാണ് 2 പേരും. ലിബിന്റെ ബന്ധുക്കൾ ബംഗളൂരുവിൽ എത്തിയപ്പോൾ ആദ്യം കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ പിന്നീട് നാട്ടിലേക്ക് കടന്നു. അതും ബന്ധുക്കളിൽ സംശയമുണ്ടാക്കി. ലിബിന് ശനിയാഴ്ച മർദ്ദനമേറ്റെന്ന് ഒപ്പം താമസിക്കുന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ് ബന്ധുക്കളോട് പറഞ്ഞത്. ലിബിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്ന കുടുംബം ബംഗളൂരു പോലീസിൽ പരാതി നൽകി. നമുക്ക് എല്ലാവർക്കും ഡൗട്ടാണ്, അതുകൊണ്ട് നമ്മൾ കേസുമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞങ്ങളോട് നെക്സ്റ്റ് 2 ഡേയ്സിന് ശേഷം അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനാണ്. ഹോസ്പിറ്റലുകാർ ഇനിഷ്യേറ്റീവ് എടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അവർ വന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു, ഫ്രണ്ട്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഞങ്ങളായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഇതും പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും ടോട്ടലി അതൊരു ഡൗട്ട്ഫുള്ളായ കാര്യമായി.
പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലിബിന്റെ 7 ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്തതായി കേസിന്റെ തുടർ നടപടികൾക്ക് ചൊവ്വാഴ്ച ബംഗളൂരുവിലെത്താൻ പോലീസ് അറിയിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. അമേരിക്ക തേടുന്ന രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബെഷ്യോക്കോവിന് കേരളത്തിൽ എന്താണ് കാര്യം? അവധി ആഘോഷിക്കാൻ അലക്സേജ് കുടുംബസമേതം എത്തിയത് തിരുവനന്തപുരം വർക്കലയിലാണ്. ഇന്റർപോൾ റെക്കോർഡ് നോട്ടീസ് ഇറക്കിയ കുറ്റവാളി ഇവിടെ എത്തിയത് അറിഞ്ഞത് മുതൽ CBIയുടെയും കേരള പോലീസിൻ്റെയും നിരീക്ഷണമുണ്ടായിരുന്നു. അവധി ആഘോഷം കഴിഞ്ഞ് റഷ്യയിലേക്ക് മടങ്ങാനുള്ള നീക്കത്തിനിടെ ലാത്വിയൻ പൗരനായ അലക്സേജിന് പിടിവീണു. ഭീകരർക്കുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടപെട്ട ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകനാണ് അലക്സേജ്. അമേരിക്കയിലെ കള്ളപ്പണക്കേസിൽ പ്രതിയായ ലിത്വാനിയ സ്വദേശി അലക്സേജ് ബെസിയോക്കോവ് കഴിഞ്ഞ ദിവസമാണ് പിടിയിലായത്. കുടുംബത്തോടൊപ്പം അവധിക്കാലം ചെലവിടാൻ വർക്കലയിലെത്തിയ അലക്സേജ് ബെസിയോക്കോവിനെ ഹോം സ്റ്റേയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. രാജ്യം വിടാൻ പദ്ധതിയിട്ടിരുന്ന ഇയാളെ CBIയുടെ ഇന്റർപോൾ യൂണിറ്റിന്റെ സഹായത്തോടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. US-ന്റെ അപേക്ഷ പ്രകാരം വിദേശകാര്യ മന്ത്രാലയം കേസിൽ ഇടപെട്ടിരുന്നു. ഇതറിഞ്ഞ് ഭാര്യയെയും മക്കളെയും വിദേശത്തേക്ക് കടത്തിയ ശേഷം ഇക്കഴിഞ്ഞ 11-ന് വൈകിട്ട് ഇയാൾ റഷ്യയിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുകയായിരുന്നു. അതിനിടയിലാണ് വർക്കല പോലീസിന്റെ പിടിയിലായത്. ഇന്റർപോൾ, CBI, കേരള പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതി വലയിലായത്. പ്രതിയെ പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം US-ന് കൈമാറാനാണ് നീക്കം. ക്രിമിനൽ സംഘങ്ങൾക്കും സൈബർ കുറ്റവാളികൾക്കും കോടിക്കണക്കിന് ഡോളറിന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായം നൽകിയെന്നതാണ് ഇയാൾക്കെതിരായ പ്രധാന കുറ്റം. അലക്സേജിനെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഗ്യാരൻഡെക്സിന്റെ സഹസ്ഥാപകരിൽ ഒരാളായ അലക്സാണ്ടർ മിറാസർദ എന്ന റഷ്യൻ പൗരനെതിരെയും സമാന കുറ്റത്തിന് കേസുണ്ട്. ഇയാൾ UAE-യിലാണെന്നാണ് സൂചന. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് അലക്സേജും മിറാസർദയും ഗ്യാരൻഡെക്സ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നടത്തിയതെന്നാണ് US-ലെ കോടതി രേഖകൾ. ഭീകരരുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി ഇവർ പ്രവർത്തിച്ചെന്നാണ് കേസ്. 2019 ഏപ്രിൽ മുതൽ ഗ്യാരൻഡെക്സ് $96 ബില്യൺ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. പരമാവധി 20 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ടുപേർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷവും റീൽസും ഇപ്പോൾ ട്രെൻഡായി മാറുകയാണ്. അത് കണ്ട് ആവേശം കൊള്ളുന്ന ആരാധകരും. എന്നാൽ ഇത്തരം ഗുണ്ടാ സംഗമം തലവേദന സൃഷ്ടിക്കുന്നത് പോലീസിനാണ്. ആലപ്പുഴ കായംകുളത്ത് ഗുണ്ടകൾ ഒത്തുകൂടിയത് ഗുണ്ടാ നേതാവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ. കഴിഞ്ഞ രാത്രിയിലാണ് നഗരത്തോട് ചേർന്ന് റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി ഗുണ്ടകൾ ഒത്തുചേരുകയും പരസ്യമായി മദ്യപിക്കുകയും ചെയ്തത്. ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തെ അറസ്റ്റ് ചെയ്തു. കൊലപാതക കേസിലെ പ്രതി ഉൾപ്പെടെ പിടിയിലായിട്ടുണ്ട്. കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ് പത്തിയൂർ സ്വദേശി വിഡോബ ഫൈസൽ എന്ന ഫൈസൽ. ഗുണ്ടാ നിയമപ്രകാരം നടപടി നേരിട്ടിട്ടുള്ള ഈ 31-കാരൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഫൈസൽ സംഘടിപ്പിച്ച പിറന്നാൾ ആഘോഷമാണ് കായംകുളം പോലീസ് ഇടപെട്ട് പൊളിച്ചടുക്കിയത്. ബുധനാഴ്ച രാത്രി 10:30-ഓടെയാണ് പുതുപ്പള്ളി കൂട്ടംവാതുക്കൽ പാലത്തിൽ പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ഫൈസലിനെ കൂടാതെ കായംകുളത്ത് യുവാവിനെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ പുട്ടജ്മൽ എന്ന അജ്മൽ, കാപ്പ നിയമപ്രകാരം നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കുപ്രസിദ്ധ ഗുണ്ട ആഷിഖ്,
സഹോദരൻ ആദിൽ, കൃഷ്ണപുരം സ്വദേശി മുനീർ, സഹോദരൻ മുജീബ്, കുർത്തിക്കാട് സ്വദേശി ഗോപൻ, ചേരാവള്ളി സ്വദേശികളായ ഉണ്ണിരാജ്, ആദിൽ, കുറത്തിക്കാട് തെക്കേക്കര പ്രവീൺ, ചിറക്കടവും തോട്ടുമുഖപ്പിൽ അനന്തകൃഷ്ണൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. വാഹനങ്ങൾ പാലത്തിലിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി പരസ്യ മദ്യപാനം നടത്തി പിറന്നാൾ ആഘോഷിക്കവെയാണ് കായംകുളം പോലീസ് ഇവരെ പിടികൂടിയത്. ഇവരിൽ സഹോദരന്മാരായ ആദിലും ആഷിഖും കൊലപാതക ശ്രമം, പോക്സോ, ദേശീയപാതയിൽ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയ സംഭവം തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ്. മുനീറും പ്രവീണും ലഹരിമരുന്ന് കേസുകളിൽ പ്രതികളാണ്. കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ മേൽനോട്ടത്തിൽ CI അരുൺ ഷാ, SI മാരായ രതീഷ് ബാബു, ശരത്, ദിലീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കായംകുളം. പണ്ട് 9ലും 10ലുമൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ടല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ വേറെ ലെവലാണ്. അവർ കാട്ടിക്കൂട്ടാത്ത തെമ്മാടിത്തരങ്ങളില്ല. 14ഉം 15ഉം വയസ്സിൽ മോഷണവും കഞ്ചാവ് കച്ചവടവും അടിപിടിയും ഒക്കെയായി ജീവിക്കുന്നവർ. കോഴിക്കോട് വടകരയിൽ ലഹരിയുമായി പിടിയിലായ സ്കൂൾ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്ത പോലീസ് പോലും ഞെട്ടി. ചുരുങ്ങിയ നാളുകൾക്കിടെ ഇവർ മോഷ്ടിച്ചത് 6 ബൈക്കുകൾ. പിന്നീട് ബൈക്കുകൾക്ക് രൂപമാറ്റം വരുത്തിയും നമ്പർ പ്ലേറ്റുകൾ മാറ്റിയും കറക്കം. ഇതിൽ സഞ്ചരിച്ച് ലഹരി കച്ചവടം. വടകരയിലെ ലഹരി കേസിൽ പിടിയിലായത് സ്കൂൾ വിദ്യാർത്ഥികളായ 5 പേരാണ്. മുൻപൊക്കെ കുട്ടികൾ ഇങ്ങനെ വഴിപിഴച്ച് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നാട്ടുകാരോ വീട്ടുകാരോ ഇടപെടുമായിരുന്നു, മക്കളെ തിരുത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുട്ടികളെ ആരും ശ്രദ്ധിക്കാത്തതാണോ അതോ പേടിച്ചിട്ട് പ്രതികരിക്കാത്തതാണോ? എന്തായാലും ഈ പോക്ക് അത്ര നല്ലതിനല്ല കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.